നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വീണ വിജയനിൽ നിന്ന് പിണറായി വിജയനിലേക്ക് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി ഇത്തരമൊരു വാർത്ത നൽകി വരുന്നു. ഇന്നലെ വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത് നീണ്ട 10 മണിക്കൂർ. ചോദ്യം ചെയ്യലിനൊടുവിൽ വീണയോട് തൽക്കാലം മടങ്ങിക്കോളാൻ ED ഉദ്യോഗസ്ഥർ പറഞ്ഞു. പക്ഷെ വീണ്ടും ഞങ്ങൾ വിളിപ്പിക്കും, അപ്പോൾ വരണം. അടുത്തയാഴ്ച വീണ്ടും ഹാജരാകണം. നേരത്തെ 29-ാം തീയതി ഹാജരാകാനാണ് വീണയോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസിൽ പറഞ്ഞിരുന്നത്. എന്നാൽ നേരത്തെ തന്നെ വീണ ED ഓഫീസിലെത്തി. 2ാം തവണയാണ് വീണയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത്. ഇനി 3ാം വട്ടം. അതത്ര നിസ്സാരമായിരിക്കില്ല. ഈ മാസം 29-ാം തീയതി ഹാജരാകണമെന്നാണ് വീണയോട് നേരത്തെ ED ആവശ്യപ്പെട്ടിരുന്നത്. ഇന്നലെയാണ് SFIOയുടെ കയ്യിൽ നിന്ന് 134 രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചത്. ആ രേഖകൾ ED പരിശോധിക്കുന്നതിന് മുൻപ് ചോദ്യം ചെയ്യലിനായി ഓടിയെത്തുകയായിരുന്നു വീണ. SFIOയുടെ പക്കലുള്ള രേഖകൾ കൈമാറാൻ നേരത്തെ കോടതി ഉത്തരവിട്ടിരുന്നു. രേഖകൾ ലഭിക്കാൻ വളരെയേറെ കാലതാമസമെടുത്തു. 1ാം വട്ടം വീണ വിജയനെ ചോദ്യം ചെയ്യുമ്പോൾ SFIOയുടെ തെളിവുകളും രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കൈകളിലെത്തിയില്ല. ഇന്നലെ ഈ രേഖകൾ EDയുടെ കൈവശമെത്തുമെന്ന് വീണ വിജയൻ ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ ഓടി ചോദ്യം ചെയ്യലിനെത്തിയത്. 29-ാം തീയതിയാണ് ചോദ്യം ചെയ്യലിനെത്തുന്നതെങ്കിൽ ഈ 134 രേഖകളിൽ നിന്നും ഏറ്റവും കടുപ്പമുള്ള ചോദ്യങ്ങൾ തനിക്ക് നേരിടേണ്ടി വരുമെന്ന് വീണയ്ക്കറിയാം. അതൊഴിവാക്കുകയായിരുന്നു ഇന്നലെ ഓടിച്ചെന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്നാൽ ഇന്നലെ ചോദ്യം ചെയ്യുമ്പോൾ വീണ പല അബദ്ധങ്ങളും EDക്ക് മുന്നിൽ പറഞ്ഞു വച്ചു. പലതും തുറന്നു പറഞ്ഞു എന്നാണ് വീണയോട് അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത്. EDക്ക് ഇതൊരു പുതിയ കേസിൻ്റെ തുമ്പായി. EDയുടെ ലക്ഷ്യം വീണ വിജയനല്ല. വീണ വിജയനപ്പുറം പിണറായി വിജയനിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് EDയുടെ ലക്ഷ്യം. കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് വീണ വിജയനെതിരെ ED കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ കേസിന് പിന്നിൽ മറ്റൊരു വലിയ തലമുണ്ട്. വീണയുടെ അക്കൗണ്ടിലെത്തിയ പണം കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണത്തിൻ്റെ പരിധിയിൽ വരുമെന്നാണ് EDയുടെ കണ്ടെത്തൽ. ചുരുക്കത്തിൽ ഈ കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണം കുറ്റകൃത്യത്തിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത്. കുറ്റകൃത്യം നടത്തിയതാവട്ടെ വീണ വിജയൻ്റെ പിതാവ് പിണറായി വിജയൻ. ഇതാണ് ഈ കേസിൻ്റെ ഏറ്റവും അപകടകരമായ തലം. വീണ വിജയനെ തിരക്കുകൂട്ടി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ നിന്ന് ജാമ്യമെങ്ങാനും വാങ്ങി പുറത്തിറങ്ങിയാൽ ആ കേസ് ദുർബലമാകുമെന്ന് EDക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് സൂക്ഷ്മതയോടെ വളരെ ശക്തമായ തെളിവുകൾ ശേഖരിച്ച് 2 വട്ടം വീണയെ ചോദ്യം ചെയ്ത് 3ാം വട്ട ചോദ്യം ചെയ്യലിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത്. മറുവശത്ത് വീണയെ 3ാം വട്ടം ചോദ്യം ചെയ്യുമ്പോൾ പിണറായി വിജയനിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള നീക്കവും ED നടത്തുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള 1ാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് EDയുടെ ലക്ഷ്യം. എന്നാൽ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്താൻ കൂടുതൽ ശക്തമായ ഏജൻസി CBI ആണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനൊപ്പം CBI കൂടി കേസന്വേഷണത്തിലെത്തുമോ? വീണയെ 3ാം വട്ടവും ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലെത്തിക്കുക എന്നതാണ് EDയുടെ ലക്ഷ്യം. ആ ഘട്ടത്തിൽ കുറ്റകൃത്യത്തിലേക്കുള്ള അന്വേഷണം വ്യാപിപ്പിക്കാൻ കഴിയും. വീണ വിജയൻ്റെ എക്സാലോജിക് CMRലുമായി ഒരു കരാറിൽ ഒപ്പിട്ടതെങ്ങനെ? ആ കരാർ വഴി എന്തിന് പണം കൈമാറി? പിണറായി ഭരണകാലത്ത് CMRൽ നിന്ന് സർക്കാർ തലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചിരുന്നോ? ഈ അന്വേഷണത്തിലായിരുന്നു കഴിഞ്ഞ 7 ദിവസമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ. ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയ പല വസ്തുതകളും വീണയുടെ മുന്നിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരത്തി. സർക്കാരിൽ നിന്ന് അനർഹമായ പലതും CMRൽ നേടിയെടുത്തതിൻ്റെ തെളിവുകൾ. എന്നാൽ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തനിക്കറിയില്ല എന്ന നിലപാടാണ് വീണ സ്വീകരിച്ചത്. വീണ പിതാവ് പിണറായി വിജയനുമായി തനിക്ക് ലഭിച്ച പണത്തെക്കുറിച്ച് എന്തെങ്കിലും ചർച്ചയോ ആശയവിനിമയോ നടത്തിയോ എന്നതാണ് മറ്റൊരു പരിശോധന. താൻ നൽകിയ സേവനങ്ങൾക്ക് പകരമായാണ് പണം കൈപ്പറ്റിയത് എന്ന് വീണ വിജയൻ ആവർത്തിക്കുന്നു. അതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും കൈമാറാൻ വീണയ്ക്ക് കഴിയുന്നുമില്ല. ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവധാനതയോടെ തങ്ങളുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. വീണയ്ക്ക് കരാർ ലഭിച്ച സാഹചര്യമാണ് ED അന്വേഷിക്കുന്നത്. CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട് കേവലമൊരു വാണിജ്യ ഇടപാട് മാത്രമല്ല. ഭരണസ്വാധീനം ഉപയോഗിച്ച് CMRൽ നേടിയെടുത്ത അനർഹമായ ആനുകൂല്യങ്ങൾക്ക് പകരം കള്ളപ്പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറുന്ന ഒരു നടപടിയാണ് എക്സാലോജിക്കിന് മാസപ്പടിയായി പണം നൽകിയത് വഴി നടത്തിയത് എന്ന കണ്ടെത്തലിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ.
അങ്ങനെയെങ്കിൽ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത അന്നത്തെ മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം നീളും. അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകളാണ് വീണ വിജയൻ. CMRൽ നിന്ന് കൈപ്പറ്റിയ 2.78 കോടി രൂപ എങ്ങനെ വിനിയോഗിച്ചു എന്നതിൻ്റെ വിശദാംശങ്ങൾ വീണ വെളിപ്പെടുത്തുന്നില്ല. ഇത് കേസിലെ നിർണായക വഴിത്തിരിവാണ്. കുടുംബത്തിലെ ചിലവിനു വേണ്ടി എടുത്ത പണം എന്നൊക്കെ വീണ അവ്യക്തമായി പറയുന്നു. അങ്ങനെയെങ്കിൽ വീണയുടെ അക്കൗണ്ടിൽ വന്ന പണം പിണറായി വിജയന് ഏതെങ്കിലും തലത്തിൽ പ്രയോജനപ്പെട്ടിരുന്നോ? ഈ തുക എവിടെ ചെലവഴിച്ചു എന്നതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിലപാട്. പിണറായി വിജയൻ സർക്കാർ കൈക്കൊണ്ട ഭരണപരമായ തീരുമാനങ്ങൾ വഴി CMRൽ ലാഭമുണ്ടാക്കി കൊടുക്കുകയും അതിൻ്റെ പ്രത്യുപകാരമായി മകളുടെ കമ്പനിക്ക് മാസപ്പടി നൽകുകയുമായിരുന്നുവെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഫൈൻഡിംഗ്. ഇവിടെയാണ് ED ഇപ്പോൾ SFIയുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്ന 134 രേഖകളും ഏറെ നിർണായകമാകുന്നത്. കൃത്യമായ രേഖകൾ കാണിച്ച് വീണ വിജയനെ ചോദ്യം ചെയ്യുമ്പോൾ പല ചോദ്യങ്ങളിൽ നിന്നും വീണ ഒഴിഞ്ഞു മാറുന്നു. മറുവശത്ത് വീണയുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചും ED അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CMRൽ നിന്ന് പണം വാങ്ങിയ ശേഷം അത് ഏതൊക്കെ രീതിയിൽ നിക്ഷേപിച്ചു എന്നറിയുകയാണ് മുഖ്യം. ഇതൊരു സാധാരണ കരാർ ഇടപാടല്ല, മറിച്ച് ആസൂത്രിത അഴിമതിയാണ് എന്ന് ED കണ്ടെത്തിക്കഴിഞ്ഞു. പണം കൈപ്പറ്റി യാതൊരുവിധ സേവനവും നൽകിയിട്ടില്ല എന്നുറപ്പിച്ച സ്ഥിതിക്ക് അഴിമതി നിരോധന നിയമപ്രകാരം കൂടി കേസെടുക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ അത് CBI എന്ന ഏജൻസിയുടെ ഇടപെടലിന് കാരണമാകും. കേസ് രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ CPMന് കഴിയുന്നില്ല. പിണറായി വിജയൻ ഏറെക്കുറെ ഒറ്റപ്പെട്ട അവസ്ഥയിലുമാണ്. നിയമപരമായ വഴികളൊക്കെ അടഞ്ഞിരിക്കുന്നു. മൂന്നാം വട്ട ചോദ്യം ചെയ്യലിൽ വീണ വിജയൻ അറസ്റ്റിലാവുകയും തുടർന്ന് പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ ED വിളിപ്പിക്കുകയും ചെയ്താൽ രാഷ്ട്രീയമായി അതൊരു വലിയ വെല്ലുവിളിയാണ് CPMന്. ഇവിടെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വലിയ സമ്മർദ്ദത്തിലാഴുന്നു. പിണറായി വിജയനിലേക്ക് കേസിൻ്റെ ഏറ്റവും ശക്തമായ തലങ്ങളാണ് എത്തി നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പേരിൽ നേരിട്ട് പണമിടപാട് നടന്നുവെന്ന ആരോപണമല്ല നിലവിലുള്ളത്. സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്കാണ് പണമെത്തിയത്. കമ്പനിയുടെ ഉടമ അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾ രാഷ്ട്രീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് വാദിക്കുന്നു. ഓരോ കാലഘട്ടത്തിലും അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ പൊതുജന പരിശോധനയ്ക്ക് വിധേയമാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് EDയുടെ നീക്കങ്ങളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക CPMന് എളുപ്പമല്ല. പിണറായി വിജയൻ ഏറ്റവും ഭയക്കുന്ന ചില തലങ്ങളുണ്ട്. പണമിടപാടുകളെക്കുറിച്ച് നേരിട്ടുള്ള അറിവോ പങ്കാളിത്തമോ തെളിയിക്കുന്ന രേഖകൾ EDയുടെ കൈവശമെത്തിയോ? അധികാരം ദുരുപയോഗം ചെയ്ത് കമ്പനിക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിച്ചതിൻ്റെ തെളിവുകൾ EDയുടെ പക്കലുണ്ടോ? ഏതെങ്കിലും തലത്തിൽ പിണറായി വിജയന് സാമ്പത്തിക നേട്ടം ലഭിച്ചുവെന്നോ ഇടപാടിൽ പങ്കുണ്ടോ എന്ന് തെളിയിക്കുന്ന രേഖകളോ സാക്ഷികളോ EDയുടെ കൈവശമുണ്ടോ? SFIO റിപ്പോർട്ട് അന്തിമ കുറ്റം തെളിയിക്കുന്ന രേഖയല്ല എന്ന വാദമാണ് മറുവശത്ത് വീണ ഉയർത്തുന്നത്. മുഖ്യമന്ത്രിയും CPMും ആവർത്തിച്ച് പറയുന്നത് CMRലും എക്സാലോജിക്കും തമ്മിലുള്ള പണമിടപാട് നിയമാനുസൃതമെന്നാണ്. എന്നാൽ അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദം വളരെ ശക്തം. സേവനത്തിന് ആനുപാതികമായ തെളിവുകൾ പര്യാപ്തമല്ല. ഇടപാട് അസാധാരണമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായ അന്വേഷണമാണ് ഇനി നടക്കുന്നത്. പൊതുപദവിയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ കൂടുതൽ സുതാര്യത അന്വേഷണത്തിലുണ്ടാകും. അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ ഏതൊക്കെ അധിക തെളിവുകളെത്തി? ഏറ്റവും ശക്തമായ റെയ്ഡുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. വീണ വിജയൻ്റെ ആയുർവേദ കോളേജ് ജംഗ്ഷനിലുള്ള ബാങ്ക് ലോക്കറിൽ നിന്ന് EDക്ക് ചില നിർണായക തെളിവുകൾ കിട്ടി എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തുണ്ട്. പിണറായി വിജയൻ കുടുങ്ങും എന്നൊക്കെ ഒരുപാട് വാർത്തകൾ കേരളത്തിൽ നിറഞ്ഞിരുന്നു. എന്നാൽ എല്ലാ അന്വേഷണവും ചെന്നെത്തുന്നത് പിണറായിയിലേക്കാണ് എന്ന സവിശേഷതയാണ് ഇപ്പോൾ ED നടത്തുന്ന ഈ അന്വേഷണത്തെ വേറിട്ട് നിർത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.